ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹൈദരാബാദി കിച്ചൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഹൈദരാബാദത്തെ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക, അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് കാണാം. വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി, പച്ചമുളകും, ക്യാരറ്റ്, മല്ലിച്ചപ്പും പുതിനയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, പിന്നെ പാലും തൈരും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽമ പാലാണ്. അപ്പോൾ കേരളത്തിൽ പാല് യൂസ് ചെയ്യൂല ബിരിയാണിക്ക്, അപ്പോൾ ഹൈദരാബാദിലൊക്കെ പാല് യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഹൈദരാബാദത്തെ ബിരിയാണി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്ന ബ്രാൻഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെന്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തേക്ക് ഊട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെമ്പാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ബിരിയാണി മസാലക്കിലേക്ക് കൂട്ടുണ്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ വലിയ ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ആഡ് ചെയ്തു. എന്നിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ ക്യാരറ്റ്, തക്കാളി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പുതിന, മല്ലിച്ചപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 2 സ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സ്പൂൺ 4 സ്പൂണൊക്കെ മുളകും പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടി കൂടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ നേരത്തെ കാണിച്ചിട്ടില്ല ചിക്കൻ മസാല. അപ്പോൾ കുറച്ചുകൂടി ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കമ്മി ആയിക്കണു, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വേവണം. വെന്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തൈരാണ് ആഡ് ചെയ്യാൻ പോണത്. ഞാൻ കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് പാലാണ്. കേരളത്തിൽ ബിരിയാണിക്ക് ആരും പാല് യൂസ് ചെയ്യൂല. ഹൈദരാബാദക്ക് എല്ലാവരും പാല് യൂസ് ചെയ്യും. അപ്പോൾ പാലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഇവിടുത്തെ ആർക്കും അറിയില്ല ഈ ട്രിക്ക്. ഒരു വട്ടം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഹൈദരാബാദത്തെ ബിരിയാണിയാണ് ഇത് ശരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നിട്ട് പാല് ഞാൻ 1 ഗ്ലാസ്സത്തോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് ഞാൻ അടുത്തത് ആഡ് ചെയ്യാൻ പോണത് റൈസാണ്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തു. ഇപ്പോൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഒരു 4-5 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ്. എന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞ കളറാണ് മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ബിരിയാണിക്ക് ഒരു കളറൊക്കെ ആഡ് ചെയ്താൽ നല്ല കളർഫുള്ളായിട്ട് കാണും. അതുകൊണ്ടാണ് കുറച്ച് ചോറ് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ കുറച്ച് വാട്ടറൊക്കെ ആഡ് ചെയ്ത് യെല്ലോ കളറാക്കി റൈസൊക്കെ അതിൽ ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചോറൊക്കെ നന്നായിട്ടൊന്ന് ദമ്മായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചിക്കൻ ദം ബിരിയാണി ഹൈദരാബാദത്തെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.